കോഴിക്കോട് ചേളന്നൂർ കണ്ണങ്കര പോഴിക്കാവ് കുന്നിൽ ദേശീയപാതയ്ക്ക് മണ്ണെടുക്കുന്നത് തടയാൻ സ്ത്രീകളടക്കം നാട്ടുകാർ ഇപ്പോൾ രാത്രി റോഡിലിറങ്ങിയിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട്. AK അഭിലാഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. അഭിലാഷ്, വലിയ ആൾക്കൂട്ടമാണ് നമ്മൾ കാണുന്നത്, പ്രതിഷേധമാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇവരുടെ ആവശ്യം? വിനീത, ഇന്ന് രാത്രിയോടുകൂടി കൂടുതൽ വാഹനങ്ങൾ ഈ മേഖലയിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ മണ്ണ് കൊണ്ടുപോകാൻ നീക്കം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള ഒരു അറിയിപ്പിനെ തുടർന്നാണ് ഇപ്പോൾ നിരവധി ആളുകൾ, അതായത് കുട്ടികളടക്കം സ്ത്രീകളടക്കമുള്ള ആളുകൾ, നിരവധി ആളുകൾ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കഴിഞ്ഞ 8 മാസത്തോളമായി ഈ ചേളന്നൂർ കണ്ണങ്കര മേഖലയിലെ വാഗാട് കമ്പനിക്ക് വേണ്ടി, അതായത് ഹൈവേ നിർമ്മാണ കമ്പനിയായ വാഗാടിന് വേണ്ടി ഇവിടുന്ന് കുന്നിടിച്ചുകൊണ്ട് മണ്ണ് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം തന്നെ പരിസരവാസികൾക്കൊക്കെ വലിയ തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മണ്ണ് കൊണ്ടുപോകുന്നതെന്ന് കൂടി പറയുന്നു. പൊടിശല്യം, അതോടൊപ്പം തന്നെ മറ്റ് ചില ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വാഹനം വന്നപ്പോൾ ഇവിടെ നാട്ടുകാർ കൂടി തടയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സ്ഥല ഉടമകളടക്കം ഇവർക്കെതിരെ ഗുരുതരമായ കുറ്റം ചുമത്തി കേസ് കൊടുക്കുന്ന നില വരികയും ഇപ്പോൾ ഇവർ ഒളിവിൽ പോകേണ്ടുന്ന ഒരു സാഹചര്യം കൂടി വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ നാട്ടുകാർ, കുട്ടികളടക്കമുള്ള ആളുകൾ ഇവിടെ ചേർന്ന് രാത്രി സമയത്ത് ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ഈ വാഹനം ഇവിടെ വരികയാണെങ്കിൽ തടയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെ നിൽക്കുകയും ചെയ്തത്. ഏതായാലും 4ഓളം വാഹനങ്ങൾ, ടോറസ് വാഹനങ്ങൾ ഇപ്പോൾ ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ ഇവർ തടഞ്ഞിട്ടിരിക്കുന്നു. പോലീസ് അടക്കമുള്ള സന്നാഹങ്ങൾ അവിടെയുണ്ട്. ഇവർ മാറുകയാണെങ്കിൽ ആ വാഹനം ഇവിടേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് മണ്ണിടിക്കുമെന്ന് തന്നെയാണ് ഇവർ പറയുകയും ചെയ്തത്. ഏതായാലും ഇന്ന് രാത്രി ഇവിടെ ക്യാമ്പ് ചെയ്യുമെന്ന് തന്നെ ഇവർ പറയുന്നു. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് പറയുന്നത്? ഇതാ സാറിന് വേണമെങ്കിൽ നോക്കാം. ഇതാണ് വഴി. നിങ്ങൾക്ക് എന്താ പറയുക, ഇവിടുത്തെ ഭീകരത മനസ്സിലാവാത്ത ഇവിടെ നിന്നുകൊണ്ടാണ്. കുറച്ചൊന്ന് ഇവിടേക്ക് കയറി നോക്കിയാൽ അവിടുത്തെ അത്രത്തോളം ഷിരൂർ ദുരന്തത്തിൻ്റെ അതേ ഒരു പശ്ചാത്തലത്തിലേക്ക് ഈ ഒരു ഭൂമി കൊണ്ടുപോകാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയാണ്. ഇവിടെ മുമ്പ് കാണൂല. അതൊന്ന് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അത്രത്തോളം അപകടം. എന്താണ് ഇത്ര പെട്ടെന്ന് പ്രതിഷേധം വരാനുള്ള കാരണം? ഇന്നല്ല പ്രതിഷേധം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ കമ്മിറ്റിക്ക് കൂടി. കാരണം ഈ പ്രദേശത്ത് നിന്ന് ഒരു മണ്ണ്, ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഒരേ മനസ്സായിട്ട്, റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്, അവരെല്ലാവരും ഒരേ മനസ്സായിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇനി നമ്മുടെ നാട്ടിൽ നിന്ന്, കാരണം ഈ പ്രദേശത്ത് വെള്ളത്തിൻ്റെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്. കാരണം നമ്മൾ വൈകി എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇനിയും മുന്നോട്ട് പോയാൽ ഈ പ്രദേശത്ത് ഒരു വല്ലാത്തൊരു ദുരന്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ വരും. പോലീസ് എന്താണ് പറയുന്നത്? പോലീസ് തീർച്ചയായിട്ടും നമുക്കൊപ്പമല്ല, ജനകീയ കമ്മിറ്റിക്കൊപ്പമല്ല, അവർ കോർപ്പറേറ്റിനൊപ്പരാണ്. കോർപ്പറേറ്റിനൊപ്പമാണ് അവർ സഞ്ചരിച്ചതും സംസാരിച്ചതും ഒക്കെ ഞങ്ങളോട്. അതിലൊരു വ്യത്യാസവും ഇല്ല. കളക്ടർക്ക് പരാതി കൊടുത്തിരുന്നോ? കളക്ടർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ആ രീതിയിൽ അത്രത്തോളം ആ ഒരു ഗൗരവത്തിലെടുത്തില്ല എന്നാണ് മനസ്സിലാവുന്നത്. കാരണം എല്ലാവർക്കും എല്ലാ രീതിയിലും പരാതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു യോഗം ചേരുകയും ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു. എന്തായിരുന്നു? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് ഒരു തരിമണ്ണ് പോലും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു പ്രതിജ്ഞ തന്നെയാണ് എടുത്തത്. അതിൽ കക്ഷി രാഷ്ട്രീയോ ജാതിമത ഭേദമന്യാണ് എല്ലാവരും പങ്കെടുത്തത്. 400ഓളം പേര് അതിൽ പങ്കെടുത്തു. ഈ സമരം ശക്തമാക്കാൻ തന്നെയാണോ? സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നത്? വെച്ചാൽ ഇവിടെ നടക്കാൻ പറ്റുന്നില്ല. പിന്നെ മഴ പെയ്താൽ ഭയങ്കര ചളിയാണ്. പിന്നെ മുകളിൽ നിന്ന് വെള്ളം കൊണ്ട് ഒലിച്ചു വരികയാണ്, ചളിവെള്ളം. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. ഏതായാലും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതായത് സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അവരുടെ പ്രതികരണം കൂടി തരാം. എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്? രാത്രി കാലത്ത് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ഈ റെയിൽവേൻ്റെ അടുത്ത് കിടക്കുന്ന മാതിരി ടേ എന്നുള്ള ഭാഗത്ത് രാവും പകലും ഒരുപോലെ വാഹനം പോകുക. ആദ്യം രാത്രി കാലത്ത് ഇല്ലേനി, പകലിപ്പം പിന്നെ തുടങ്ങി രാവും പകലും ഒരുപോലെ തുടങ്ങി. വാഗാടുമായിട്ട് സംസാരിച്ചിരുന്നോ നിങ്ങൾ ആരെങ്കിലും? ആണുങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇവരൊന്നും ഒരു എന്താ വരം കിട്ടിയെന്ന് അറിയില്ല. എന്താണ് പറയുക? ഇത് ഞങ്ങളുടെ ഈ നാടിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ചെറുപ്പക്കാരൊക്കെ ഒത്തുചേർന്നിട്ട് ഇവിടെ വാഗാടിൻ്റെ വണ്ടി തടഞ്ഞത്. പക്ഷെ ആ കുട്ടികളെയാണ് വല്ലാതെ കള്ളക്കേസ് എടുത്തിട്ട് അവരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നാടിൻ്റെ വികാരമാണ് സാർ. ഞങ്ങളുടെ പ്രദേശത്തു നിന്നാണ് മണ്ണ് മുഴുവൻ പോയി. ഞങ്ങളെ കുന്നുകൾ ഇല്ല, ഞങ്ങളെ കിണറുകളിലൊന്നും വെള്ളമില്ല, ഞങ്ങളെ റോഡുകൾ കൂടി ഞങ്ങൾക്ക് വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല. വാഹനത്തിന് ഈ വലിയ വണ്ടി പോകുന്നതുകൊണ്ട് സൈഡ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പം 2 വീലറിൽ പോകുന്നവരൊക്കെ മറിഞ്ഞു വീഴുന്നു. ഒരു മഴ പെയ്തിട്ടുണ്ട്, ഈ റോഡ് മുഴുവൻ മലയിൽ നിന്ന് ചളിയും വെള്ളം ഇറങ്ങി വന്ന് റോഡ് മുഴുവൻ ചളിയാണ്. 2 വീലറിൽ പോകാൻ പറ്റുന്നില്ല. ഈ അമ്പലത്തിലേക്ക് പോലീസ് എന്താണ് പറയുന്നത് നിങ്ങളോട്? പോലീസ് പറയുന്നത് അവർക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, ഇവിടെ വന്ന് എടുത്തു കൊണ്ടുപോകും, അവരുടെ അനുവാദത്തോടു കൂടി വണ്ടി മണ്ണെടുത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഒരു തരി മണ്ണും ഇനി, കാരണം ഞങ്ങളുടെ പ്രദേശം മുഴുവൻ തീർന്നു സാർ. പൊഴിക്കാവ് കുന്നില്ലാതായി. അപ്പോൾ അതുകൊണ്ട് ഇനിയും വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ തലമുറകൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഇനി ഒരു തരി മണ്ണും ഞങ്ങൾ ഈ പ്രദേശത്ത് നിന്ന്. ഈ പോലീസ് ഇപ്പോൾ കബളിപ്പിക്കുകയാണ് നിങ്ങളെയൊക്കെ? പോലീസ് കളിപ്പിക്കുകയാണ്. അവർ സപ്പോർട്ടായിട്ടാണല്ലോ അവർ വിളിച്ച് പറയുന്നത്. ഞങ്ങൾ തടഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിയമപരമായിട്ട് ഞങ്ങളെ നേരിടുന്നാണ് പറയുന്നത് പോലീസ് പറയുന്നത്. നിങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണോ? ഈ തൊട്ട് താഴെ ഞങ്ങളെ വീട്.
ഞങ്ങൾ പ്രദേശവാസികളാണ് അവിടെ. ഈ തരത്തിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. നടന്നു പോകാൻ പറ്റൂല. പിന്നെ വീടുകളിലേക്ക് ഈ മെറ്റിൽ ഈ റോഡ് പണി ഈ പ്രധാനമന്ത്രിൻ്റെ ഇതിൽ ഇവിടെ റോഡ് പണി നടന്ന സ്ഥലമാണ്. അപ്പോൾ ചെറിയ മെറ്റിലുകൾ വീടുകളിലേക്ക് തെറിക്കുക. ഈ അടുത്തുള്ള വീടുകാർക്കൊന്ന് കിണറിൻ്റെ അടുത്തേക്ക് വെള്ളം ഒഴുകി നിന്നിട്ട് വെള്ളം കോരാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു വീടുണ്ട് തൊട്ടടുത്ത്. അവിടെ ഒരു കിടപ്പരോഗിയുള്ള ഭർത്താവ് ഭാര്യയ്ക്ക് വെള്ളം കോരാൻ പറ്റുന്നില്ല. കിണറിൻ്റെ അടുത്ത് നിന്ന് മുട്ടിനെ വരെ ചെളി പൊതഞ്ഞിട്ട്. ഇവിടെ 2-3 വീട്ടുകാർ ഈ ഭൂവുടമ തന്നെ പൈസ ചിലവാക്കിയിട്ട് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടെന്ന് ചളിയൊക്കെ നീക്കി. വിനീത, ഇത് തന്നെയാണ് ഇവർക്ക് പറയാൻ കഴിയുന്നത്. കാരണം വലിയ ദുരിതമാണ്. കാരണം ആളുകളൊക്കെ വലിയ ദുരിതം അനുഭവിക്കുന്നു. കാരണം ചളിയൊക്കെ വീട്ടിലേക്ക് വരുന്നു. ഇപ്പോഴാണെങ്കിൽ വെയിൽ ആയതോടുകൂടി തന്നെ പൊടിശല്യം വളരെ രൂക്ഷമായിരിക്കുന്നു. റോഡിലൂടെ കടന്നു പോകാൻ കഴിയാത്ത നിലയാണ്. പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇവർക്കൊപ്പം നിൽക്കുന്നു. അതായത് ഈ നാട്ടുകാർക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഏതായാലും വാഗാട് കമ്പനിക്കെതിരെയുള്ള പ്രതിഷേധം രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പ്രതിജ്ഞ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലും ഒരു തരി പോലും മണ്ണ് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയാണ് അവർ എടുത്തിരിക്കുന്നത്. ഏതായാലും പ്രതിഷേധം ശക്തമാകുന്നു. സ്ത്രീകളടക്കം കുട്ടികളടക്കമുള്ള ആളുകളാണ് ഈ പാതിരാവിലും ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ശരി, സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് പോഴിക്കാവ് കുന്നിൽ ദേശീയപാതയ്ക്ക് മണ്ണെടുക്കുന്നതിനെതിരെ ഇപ്പോൾ സ്ത്രീകളടക്കം നാട്ടുകാർ റോഡിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. AK അഭിലാഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റു